വൺ പീസ് ചാപ്റ്റർ 1174 ലോക്കി ഒരു വലിയ ബ്ലാക്ക് ഡ്രാഗണായി വന്ന് വീണുകൊണ്ടിരിക്കുന്ന ജയന്റ് പിള്ളേരെ രക്ഷിക്കുന്നുണ്ട്. ലോക്കിയുടെ ഈ ഡ്രാഗൺ ഫോം എത്ര വലുതാന്ന് വെച്ചാൽ സുനീഷയ്ക്ക് ശേഷം വൺ പീസിലെ ഏറ്റവും വലിയ ക്രീച്ചർ ഇതാണെന്ന് തന്നെ നമുക്ക് പറയാൻ പറ്റും. കൈഡോവിനെയും മൊമോനോസ്കേനെയും പോലെ ഒരു ഈസ്റ്റേൺ സ്റ്റൈൽ ഡ്രാഗൺ അല്ല, മറിച്ച് ഒരു യൂറോപ്യൻ വെസ്റ്റേൺ സ്റ്റൈൽ ഡ്രാഗൺ ആണ് ലോക്കി. പക്ഷേ അൺഫോർച്ചുനേറ്റ്ലി ഈ ഡബിൾ ഫ്രൂട്ടിന്റെ പേര് ഈ ചാപ്റ്റർ റിവീൽ ആയിട്ടില്ല. ലോകത്തെ തന്നെ കീഴടക്കാൻ റോക്സ്റ്റി സെബക്കിന് ആവശ്യമായി വന്ന ഈ ഡബിൾ ഫ്രൂട്ട് ഏതാണ് നമ്മൾ ഈ വീഡിയോയിൽ റിവീൽ ചെയ്യാൻ പോകുന്നത്. എൽബാഫിലെ എല്ലാ ക്യാരക്ടേഴ്സിനെ പോലെയും ഇതിന്റെ ഒറിജിനും നോർസ് മിത്തോളജിയിൽ നിന്നാണ്. അങ്ങനെ നമ്മൾ നോർസ് മിത്തോളജിയിലേക്ക് നോക്കുകയാണെങ്കിൽ നമുക്ക് വളരെ ഓബ്വിയസ് ആയിട്ടുള്ള ഒരു ക്രീച്ചറിനെ കാണാൻ സാധിക്കും. ആ ക്രീച്ചറിന്റെ പേരാണ് നിഡ്ഹോഗ്. നോർസ് മിത്തോളജി നോക്കുകയാണെങ്കിൽ ഇഗ്ഡ്രസീൽ എന്ന വേൾഡ് ട്രീന്റെ ഏറ്റവും താഴെയാണ് നിഡ്ഹോഗ് കാണപ്പെടുന്നത്. ഈ സ്ഥലത്തിന് നമ്മൾ നിഫിൾഹൈം അല്ലെങ്കിൽ ദി അണ്ടർ വേൾഡ് എന്നും പറയാറുണ്ട്. ഇഗ്ഡ്രസീലിന്റെ വേരുകളിൽ ട്രാപ്പായി കിടക്കുന്ന ഒരു ഡ്രാഗൺ ആണ് നിഡ്ഹോഗ് എന്നും പറയപ്പെടുന്നുണ്ട്. നമ്മൾ ലോക്കീനെ ആദ്യമായി കാണുന്നതും എൽബാഫിന്റെ ദ ലോസ്റ്റ് റെൽം ആയ ദി അണ്ടർ വേൾഡിൽ ആഡം ട്രീന്റെ ഏറ്റവും താഴെ ബന്ധിതനായി കിടക്കുന്നത് കണ്ടാണ്. നിഡ്ഹോഗിന്റെ പല വേർഷനിലും ഒരു ബ്ലാക്ക് ഡ്രാഗൺ ആയിട്ടാണ് പുള്ളിനെ ഡെപിക്ട് ചെയ്യുന്നത്. ഈ ഡിസ്ക്രിപ്ഷൻ ലോക്കിയുടെ ഡ്രാഗൺ ഫോമുമായിട്ട് വളരെ മാച്ച് ആവുന്നുണ്ട്. ചില വേർഷൻസിൽ നിഡ്ഹോഗ് എന്ന പേരിന്റെ അർത്ഥം തന്നെ തന്റെ ഓണർ നഷ്ടപ്പെട്ട് വില്ലൻ എന്ന സ്റ്റാറ്റസ് കിട്ടിയ ഒരാൾ എന്നാണ്. ലോക്കിയും നിഡ്ഹോഗിനെ പോലെ തന്നെ തന്റെ പ്രിൻസ് എന്നുള്ള സ്റ്റാറ്റസ് നഷ്ടപ്പെട്ട് ഒരു വില്ലനായി മാറിയ ഒരാളാണ്. നിഡ്ഹോഗിനെ കുറിച്ചുള്ള വേറൊരു ഇൻട്രസ്റ്റിംഗ് കാര്യം എന്താണെന്ന് വെച്ചാൽ റാഗ്നറോക്ക് എന്ന നോർസ് മിത്തോളജിയിലെ ദ ബിഗ്ഗസ്റ്റ് ആൻഡ് ദ ഫൈനൽ വാറിന്റെ സമയമാകുമ്പോൾ നിഡ്ഹോഗ് തന്നെ ബന്ധിപ്പിച്ചിരിക്കുന്ന റൂട്ട്സുകളിൽ നിന്ന് ഫ്രീ ആകും എന്നാണ് പറയുന്നത്. വൺ പീസും അതിന്റെ ഏറ്റവും അവസാനത്തെ ബാറ്റിലേക്ക് അടുത്തുകൊണ്ടിരിക്കുകയാണ്. ലോക്കിയും തന്റെ ബന്ധനങ്ങളിൽ നിന്ന് രക്ഷപ്പെട്ട് നിഡ്ഹോഗിന്റെ രൂപത്തിൽ അവതരിച്ചത് വൺ പീസ് അതിന്റെ ഫൈനൽ ബാറ്റിലേക്ക് അടുക്കാറായി എന്നുള്ള സൂചനയാണ്. സോ ഇതാണ് ലോക്കിയുടെ ഡബിൾ ഫ്രൂട്ടിനെ കുറിച്ചുള്ള എൻ്റെ ഒരു അഭിപ്രായം. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റിൽ രേഖപ്പെടുത്തുക. അടുത്തൊരു വീഡിയോയിൽ കാണുന്നവരെ പീസ്.